Hello friends, welcome to Tech for Malayalam മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നരുൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം, യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, അതിനുള്ള 7 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ടിപ്പ് നമ്പർ 1, മറ്റുള്ളവർ ചാനൽ തുടങ്ങുന്ന കണ്ടിട്ട് ഒരിക്കലും നമ്മൾ ചാനൽ തുടങ്ങാതിരിക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ടെക് ചാനലാണ് തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളൊരു ടെക് ചാനൽ തുടങ്ങുക എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അതായത് നിങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെടും, ആദ്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കിപ്പോൾ ടെക്കിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ടെക് ചാനൽ തുടങ്ങുക. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു ഡാൻസർ ആണെങ്കിൽ ഡാൻസുമായി റിലേറ്റഡ് ആയ ഒരു ചാനൽ തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണെങ്കിൽ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങുക. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, നിങ്ങൾക്ക് ഏതിലാണ് താല്പര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം നിങ്ങൾ ചാനൽ തുടങ്ങുക. ടിപ്പ് നമ്പർ 2, സെലക്ട് യുവർ ഗാഡ്ജറ്റ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ കുറേയധികം പൈസ ചിലവുണ്ട്, അതായത് ഒരു ക്യാമറ മേടിക്കണം, ലാപ്ടോപ്പ് മേടിക്കണം, ലൈറ്റിംഗ് സെറ്റപ്പ് മേടിക്കണം, ട്രൈപാഡ് മേടിക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ തെറ്റാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നതാണ്. ഉദാഹരണത്തിന് മലയാളത്തിൽ ഇപ്പോൾ പ്രമുഖരായി നിൽക്കുന്ന എല്ലാ യൂട്യൂബേഴ്സും ആദ്യം ക്യാമറ ഉപയോഗിച്ചിട്ടോ വലിയ ലൈറ്റിംഗ് സെറ്റപ്പ് കൊണ്ടോ ഒന്നുമല്ല അവർ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അവർ ജസ്റ്റ് ഒരു ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനൽ തുടങ്ങിയത് ജസ്റ്റ് ഒരു ഫോൺ വെച്ചിട്ടാണ്. ഞാൻ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ക്യാമറ മേടിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ മേടിച്ചത് ഞാൻ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ക്യാമറ മേടിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ മതി, നിങ്ങൾക്ക് ആ ഫോൺ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ പല തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള. ഉദാഹരണത്തിന് കൈൻ മാസ്റ്റർ. നിങ്ങൾക്ക് കൈൻ മാസ്റ്റർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് അടിയിലായിട്ട് ഇടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ വലിയ കാര്യങ്ങളും ഗാഡ്ജറ്റുകളും ഒന്നും വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, അത് വെച്ച് ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മേടിച്ച ക്യാമറയും എൻ്റെ എക്യുപ്മെൻറ്റ്സും ഒക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ റവന്യൂ വഴിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നോ പൈസ എടുത്തിട്ടോ ഞാൻ ഒരു സാധനവും മേടിച്ചിട്ടില്ല. എല്ലാം യൂട്യൂബ് റവന്യൂ വഴിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 3, ചാനൽ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം യൂട്യൂബിൽ ഒരു ചാനൽ, സ്വന്തമായിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാനലിന് ഒരു അടിപൊളി നെയിം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ എന്തുമായി റിലേറ്റഡ് ആയ ചാനലാണോ തുടങ്ങുന്നത്, ഉദാഹരണത്തിന് നിങ്ങളൊരു കുക്കറി ചാനലാണ് തുടങ്ങുന്നതെങ്കിൽ അതുമായി റിലേറ്റഡ് ആയ ഒരു അടിപൊളി പേര് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. അധികം ആരും ഉപയോഗിക്കാത്ത, എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന, അതുപോലെ തന്നെ ആർക്കും പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന ഒരു പേര് നിങ്ങൾ നിങ്ങളുടെ ചാനലിനായിട്ട് സെലക്ട് ചെയ്യുക. ടിപ്പ് നമ്പർ 4, ക്രിയേറ്റ് ഗുഡ് കണ്ടന്റ് വീഡിയോസ്. നിങ്ങൾ വളരെ കണ്ടന്റോട് കൂടിയ വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു ടെക് ചാനലാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ടെക്കുമായി റിലേറ്റഡ് ആയ ഒരു വീഡിയോ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോ നിങ്ങൾ കോപ്പി അടിച്ച് ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ട് ആ വീഡിയോ അതുപോലെ തന്നെ അനുകരിച്ച് ചെയ്യാം, എന്നാൽ ഒരിക്കലും അതുപോലെ കംപ്ലീറ്റ് ആയി കോപ്പി അടിച്ച് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് താല്പര്യമുള്ള, അവർക്ക് വേണ്ട വീഡിയോകൾ മാത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ചവറ് വീഡിയോകൾ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് ചെയ്യാതെ ആഴ്ചയിൽ 2 തവണയാണ് വീഡിയോ ഇടുന്നതെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് വീഡിയോ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. ഡെയിലി നിങ്ങൾക്ക് വീഡിയോ ഇടാൻ ഒരിക്കലും പറ്റുമെന്ന ഒരു നിർബന്ധമില്ല, അങ്ങനെ ഇടുന്നവരുണ്ടാവും. എന്നാലും നിങ്ങൾ ആഴ്ചയിൽ 2 വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിലും ആ 2 വീഡിയോ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുക. ടിപ്പ് നമ്പർ 5, സെൽഫ് പ്രൊമോഷൻ. നിങ്ങൾ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കരുത്. നിങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടും, സബ്സ്ക്രൈബേഴ്സ് കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ ചുമ്മാ ഇരിക്കരുത്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയുക, ഞാൻ ഇങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ പോയി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്കൊരു 15 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിലൊരു 10 ഫ്രണ്ട്സ് അപ്പോഴേക്കും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഫേസ്ബുക്കിലും വാട്സപ്പിലും പിന്നെന്താ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ബ്ലാ 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 അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഒരു 2000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇതിലൊരു 1000 പേരെങ്കിലും നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കും. അതിലൊരു 250 പേരെങ്കിലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സബ്സ്ക്രൈബ് അപ്പോൾ തന്നെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ മാക്സിമം ഉപയോഗിക്കുക. നിങ്ങൾ സ്വന്തം നിങ്ങളെ തന്നെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക.
ടിപ്പ് നമ്പർ 6, കംപ്ലീറ്റ് യുവർ ടാർഗറ്റ്. യൂട്യൂബിൽ ഇപ്പോൾ കുറേ അധികം നിയമങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ചാനൽ തുടങ്ങി ഒരു 1000 വ്യൂവേഴ്സ് ആയി കഴിഞ്ഞാൽ തന്നെ യൂട്യൂബ് നമുക്ക് ആഡ്സെൻസ് അപ്രൂവ് ചെയ്ത് കഴിയും. ആ ആഡ്സെൻസ് വഴിയാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത്. ആഡ്സെൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു എക്സ്ട്രാ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പുതിയ യൂട്യൂബിൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് അപ്രൂവ് ആവണമെങ്കിൽ അവരുടെ വീഡിയോയ്ക്ക് 4000 മണിക്കൂർ വാച്ച് ടൈം ആയിരിക്കണം. 4000 മണിക്കൂർ, അതായത് 2,40,000 മിനിറ്റ് ആളുകൾ നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കണം. 2,40,000 മിനിറ്റ്. അതിനുശേഷം 1000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും നമുക്ക് വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ആഡ്സെൻസിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതായത് കുറച്ച് ലോങ് വീഡിയോസ് ഇടുക. ലോങ് വീഡിയോസ് ഇടുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ വാച്ച് ടൈം കൂടും. വാച്ച് ടൈം കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് 4000 മണിക്കൂർ വാച്ച് ടൈം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അവസാനത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ക്യാഷ് അല്ലെങ്കിൽ പണം പ്രതീക്ഷിച്ച് ഒരിക്കലും യൂട്യൂബിലേക്ക് വരാതിരിക്കുക. ഒരുപാട് ക്യാഷ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും വാരിക്കൊണ്ട് പോകാം എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഒരിക്കലും ചാനൽ തുടങ്ങരുത്. നിങ്ങൾ നല്ല വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക, നല്ല കണ്ടന്റുകൾ സെലക്ട് ചെയ്യുക, മാക്സിമം നല്ല വീഡിയോകൾ യൂട്യൂബിലേക്ക് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ പുറമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ള വ്യൂവേഴ്സിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുതുതായി യൂട്യൂബിലേക്ക് വരുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തായി ഒരു ബെല്ലൈക്കണും വരുന്നതായിരിക്കും. അതും കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി അത് വരുന്നതായിരിക്കും. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം അരുൺ.